Learn Easy Online Education. Hi, welcome to my new video. It's me, Harshita. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പർ 21 ആണ്. MS001 യൂണിറ്റ് നമ്പർ 21, സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്, സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സിവിൽ സൊസൈറ്റിയെ കുറിച്ച് നമ്മളിപ്പോൾ മുന്നത്തെ യൂണിറ്റുകളിലൊക്കെ കുറച്ചൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ജനാധിപത്യം നമുക്കറിയാലോ. ഓക്കെ, സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സിവിൽ സൊസൈറ്റിയും ഡെമോക്രസിയും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരല്ലാത്ത സമൂഹത്തിലുള്ള നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരാണ് എന്ത്? സിവിൽ സൊസൈറ്റീസ്. ആ പൗര സംഘടനകളും സിവിൽ സൊസൈറ്റീസിൽ എന്തിൽ പെടും? തൊഴിലാളി യൂണിയനുകള്, അതുപോലെ പരിസ്ഥിതി ഗ്രൂപ്പുകള്, മതസംഘടനകള്, അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റി സമൂഹത്തിലെ സിവിലായിട്ടുള്ള മുതിർന്ന പൗരന്മാര് നിർമ്മിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ, അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളും സംഘടനകളും ഒക്കെ എന്തിൽ പെടും? സിവിൽ സൊസൈറ്റിയിൽ പെടും. ഓക്കെ, അതാണ് സിവിൽ സൊസൈറ്റിയുടെ കുറിച്ച് ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് സിവിൽ സൊസൈറ്റി എ റെട്രോസ്പെക്ഷൻ, സിവിൽ സൊസൈറ്റി എ റെട്രോസ്പെക്ഷൻ, ഡെമോക്രസി a universal appeal, the scope of civil society, relationship between civil society and democracy, functions of civil society in a democratic order, civil society as a promoter of democracy, the democratic danger of civil society, conclusion. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി എന്നുള്ള നമ്മുടെ യൂണിറ്റിന്റെ കണ്ടൻസ് ആയിട്ട് വരുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. 21.1 Introduction. In recent years, the ideas of civil society and democracy have become very popular in academic discussion and writing. It is hard to read about politics without seeing these terms. സമീപ വർഷങ്ങളിൽ സിവിൽ സൊസൈറ്റി, ജനാധിപത്യം എന്നിവയുടെ ആശയങ്ങൾ അക്കാദമിക് ചർച്ചകളിലും രചനകളിലും വളരെ പ്രാചീനത്തിലുണ്ട്. ഈ നിബന്ധനകൾ കാണാതെ രാഷ്ട്രീയത്തെക്കുറിച്ച് വായിക്കാൻ പ്രയാസമാണ്. Although these words have existed for a long time, their meaning have changed over time. To understand them better, we should look at their history and how different thinkers have explained them. ഈ വാക്കുകൾ വളരെ കാലമായിട്ട് നിലവിലുണ്ടെങ്കിലും കാലക്രമേണ അവയുടെ അർത്ഥങ്ങൾ മാറി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരെ നന്നായി മനസ്സിലാക്കാൻ അവരുടെ ചരിത്രവും വ്യത്യസ്ത ചിന്തകർ അവരെ എങ്ങനെ വിശദീകരിച്ചു എന്നും നമുക്ക് നോക്കണം. സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 21.2 സിവിൽ സൊസൈറ്റി റെട്രോസ്പെക്ഷൻ എന്നാണ് കേട്ടോ. റെട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? സിവിൽ സൊസൈറ്റിയെ പറ്റി ഒരു പുനർവിചിന്തനം നടത്താം എന്ന് പറയില്ലേ, അതായത് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കുന്നതിനാണ് ഈ റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് നമ്മുടെ യൂണിറ്റിലോട്ട് വരാം. ഓക്കെ, വാട്ട് ഈസ് സിവിൽ സൊസൈറ്റി? എന്താണ് സിവിൽ സൊസൈറ്റി? സിവിൽ സൊസൈറ്റി is a space in society where people come together to express their interests, values, concerns separate from the government and business. It includes non-governmental organizations, NGOs, non-governmental organizations, community groups, laborers unions, religious organizations, students groups and other voluntary associations. ഗവൺമെന്റിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും വേറിട്ട് ആളുകൾ അവരുടെ താല്പര്യങ്ങളും മൂല്യങ്ങളും ആശങ്കകളും പ്രകടിപ്പിക്കാൻ ഒത്തുചേരുന്ന സമൂഹത്തിന്റെ ഒരു ഇടമാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സർക്കാരിതര സംഘടനകൾ, ഏജൻസികൾ, അതായത് NGOകൾ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സർക്കാരിതര സംഘടനകൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, തൊഴിലാളി യൂണിയനുകൾ, മതസംഘടനകൾ, വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയൊക്കെ എന്തിൽ പെടുന്നുണ്ട്? സിവിൽ സൊസൈറ്റിയിൽ പെടുന്നുണ്ട്. സിവിൽ സൊസൈറ്റി became popular due to movements against dictatorship in the 1980s and 1990s. Activist groups
helped in many dictatorships, showing that civil society could both start and support democracy. 1980-കളിലും 1990-കളിലും ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ കാരണം സിവിൽ സമൂഹം എന്ത് ചെയ്തു? ജനപ്രിയമായി. ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ പല സ്വേച്ഛാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്ത് ചെയ്തു? സഹായിക്കുകയും ചെയ്തു. സിവിൽ സമൂഹത്തിന് ജനാധിപത്യം ആരംഭിക്കാനും പിന്തുണയ്ക്കാനും കഴിയുമെന്ന് കാണിക്കുന്നുണ്ട്. The term civil society dates back to ancient Greece and Rome, where it was seen as part of the state. Civil society എന്ന പദം പുരാതന ഗ്രീസിലും റോമിലും ആരംഭിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ അത് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരതിനെ കണ്ടത്. Interest in civil society declined in the 19th century but returned after World War II. Antonio Gramsci described it as a space for political resistance, inspiring activists in Eastern Europe and Latin America. Civil society played a key role in the fall of communist regimes. 19-ാം നൂറ്റാണ്ടില് സിവിൽ സമൂഹത്തോടുള്ള താല്പര്യം കുറഞ്ഞുവെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? അത് തിരിച്ചു വന്നു. കിഴക്കൻ യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പ്രവർത്തകരെ പ്രചോദിപ്പിച്ച രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള ഒരിടമായിട്ടാണ് ആന്റോണിയോ ഗ്രാംസ്കി ഇതിനെ വിശേഷിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ പതനത്തിൽ സിവിൽ സമൂഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. David Held later defined civil society as area of life, home, economy, culture, and politics organized outside government control. In the 1990s, civil societies gained importance worldwide as democracy spread. ഡേവിഡ് ഹെൽഡ് പിന്നീട് സിവിൽ സമൂഹത്തെ നിർവചിച്ചത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് പുറത്ത് സംഘടിക്കപ്പെട്ട ജീവിതത്തിന്റെ മേഖലകളായ വീട്, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയാണ് ഡേവിഡ് ഹെൽഡ് സിവിൽ സമൂഹത്തെ കുറിച്ച് നിർവചിച്ചത്. അതിൽ മാറ്റങ്ങൾ വരികയാണ്. എന്താണ്? ഗവൺമെന്റിന്റെ നിന്ന് പുറത്ത് സംഘടിക്കപ്പെട്ട ജീവിതത്തിന്റെ മേഖലകളായിട്ടുള്ള വീട്, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയൊക്കെ എന്തിൽ പെടുന്നതാണെന്നാ പറഞ്ഞത്? സിവിൽ സൊസൈറ്റിയിൽ പെടുന്നതാണെന്നാണ് ആര് പറഞ്ഞത്? ഡേവിഡ് ഹെൽഡ് പറഞ്ഞത്. 1990-കളിൽ ജനാധിപത്യം വ്യാപിച്ചതോടെ സിവിൽ സമൂഹം ലോകമെമ്പാടും പ്രാധാന്യം നേടി. ജനാധിപത്യം വ്യാപിച്ചതോടുകൂടി ജനാധിപത്യത്തിന്റെ അവകാശികളായിട്ടുള്ള സിവിൽ സമൂഹങ്ങള് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് എന്ത് ചെയ്തു? ലോകമെമ്പാടും പ്രാധാന്യം നേടി. പൗരന്മാർക്കും പൗരസംഘടനകൾക്കും. It helped refresh politics in the West, supported developing countries as government withdrew and grow stronger with the rise of the internet. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയം പുതുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഗവൺമെന്റുകൾ പിൻവലിച്ചപ്പോൾ വികസ്വര രാജ്യങ്ങളെ പിന്തുണച്ചു. ഇന്റർനെറ്റിന്റെ ഉയർച്ചയോടെ എന്ത് ചെയ്തു? അത് ശക്തിപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിവിൽ സൊസൈറ്റി ഇൻ റെട്രോസ്പെക്ഷനിൽ പറഞ്ഞത്. സിവിൽ സൊസൈറ്റി ആരംഭിച്ച കാര്യങ്ങളും അതുപോലെ അത് തുടർന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയത്. സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 21.3 ഡെമോക്രസി എ യൂണിവേഴ്സൽ അപ്പീൽ. അടുത്ത ഡെമോക്രസിയെ കുറിച്ചാണ് പറയുന്നത്. ഡെമോക്രസി ഹാസ് ചേഞ്ച്ഡ് ഓവർ ടൈം ആൻഡ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോംസ് ലൈക്ക് ആൻഷ്യന്റ് എത്തീനിയൻ ഡെമോക്രസി, modern liberal democracy and representative democracy. However, all forms share the idea that people make decisions together with equal rights and participation. ജനാധിപത്യം കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരാതന ഏതൻസിലെ ജനാധിപത്യം, ആധുനിക ലിബറൽ ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും തുല്യാവകാശങ്ങളോടും പങ്കാളിത്തത്തോടും കൂടി ആളുകൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്ന ആശയം എല്ലാ രൂപങ്ങളും പങ്കിടുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന രൂപം എന്താണ്? എല്ലാ അവകാശങ്ങളും തുല്യ അവകാശങ്ങളും പങ്കാളിത്തത്തോടു കൂടി ആളുകൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്ന ആ ഒരു ആശയം എല്ലാ ജനാധിപത്യ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. A true democracy allows people to shape their future freely. It must be participatory, transparent and accountable, always based on the consent of the people. യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജനാധിപത്യം ആളുകളെ സ്വതന്ത്രമായിട്ട് അവരുടെ ഭാവി രൂപപ്പെടുത്താൻ അനുവദിക്കുന്നുണ്ട്. അത് എല്ലായ്പ്പോഴും ജനങ്ങളുടെ സമ്മതവും അടിസ്ഥാനമാക്കിയിട്ടുള്ള പങ്കാളിത്തവും സുതാര്യ ഉത്തരവാദിത്വം ഉള്ളതായിരിക്കണം. എന്ത്? ജനാധിപത്യം. ഡെമോക്രസി മസ്റ്റ്
evolve with the societal changes, especially globalization, which demands new approaches. പുതിയ സമീപനങ്ങൾ ആവശ്യപ്പെടുന്ന സാമൂഹിക മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആഗോളവൽക്കരണം എന്നിവയ്ക്കൊപ്പം എന്ത് ചെയ്യണം? ജനാധിപത്യവും വികസിക്കേണ്ടതുണ്ട്. സമൂഹങ്ങളും സമീപനങ്ങളും മാറുന്നതിനനുസരിച്ച് ജനാധിപത്യത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, വികസനങ്ങൾ വരേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. Skimton and Carl define modern democracy as a system where citizens hold rulers accountable mainly through elected representatives. Before analyzing the relationship between civil society and democracy, it is important to first understand civil society itself. ഷ്മിറ്ററും കോളും ആധുനിക ജനാധിപത്യം നിർവചിക്കുന്നത് പൗരന്മാർ ഭരണാധികാരികളെ പ്രധാനമായും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ്. സിവിൽ സമൂഹവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നതിന് മുൻപ് ആദ്യം സിവിൽ സമൂഹത്തെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രധാനമാണ്. സിവിൽ സമൂഹം ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സിവിൽ സമൂഹത്തെ കുറിച്ചാണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലും കൂടുതലായിട്ട് പറയുന്നത് സിവിൽ സമൂഹങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഷ്മിറ്ററും കോളും എന്താ പറയുന്നത്? ആധുനിക ജനാധിപത്യത്തെ നിർവചിക്കുകയാണ് പൗരന്മാർ ഭരണാധികാരികളെ പ്രധാനമായും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയാണ് എന്ത്? ജനാധിപത്യം എന്ന് പറഞ്ഞത്. പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 21.4 ദ സ്കോപ്പ് ഓഫ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റിയുടെ സ്കോപ്പിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മച്ച് ഓഫ് ടുഡേയ്സ് ഇൻട്രസ്റ്റ് ഇൻ സിവിൽ സൊസൈറ്റി കംസ് ഫ്രം ദ റൈസ് ഓഫ് NGOs, especially those focused on public issues like the environment, human rights, women's rights, and anti-corruption. These groups have grown in countries experiencing democratic changes. സിവിൽ സമൂഹത്തോടുള്ള ഇന്നത്തെ താല്പര്യത്തിന്റെ ഭൂരിഭാഗവും NGOകളുടെ ഉയർച്ചയിൽ നിന്നാണ്. അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഈ NGOകളുടെ ഉയർച്ചയിൽ നിന്നാണ്. അതായത് സിവിൽ സമൂഹങ്ങൾ എന്നൊരു സമൂഹങ്ങൾ ഉണ്ടായത് എന്താണ്? ഗവൺമെന്റ് ഏതര സ്ഥാപനങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് ഈ ഒരു സിവിൽ സമൂഹം എന്ത് ചെയ്തത്? കൂടുതൽ ശക്തി പ്രാപിച്ചത്. പ്രത്യേകിച്ച് പരിസ്ഥിതി, മനുഷ്യാവകാശങ്ങള്, സ്ത്രീകളുടെ അവകാശങ്ങള്, അഴിമതി വിരുദ്ധ തുടങ്ങിയ പൊതുവിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ജനാധിപത്യപരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഈ ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു? വളർന്നു വന്നു. അതായത് നമ്മുടെ ഇന്ത്യയൊക്കെ എക്സാമ്പിൾ പറയാം. നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള NGOsകൾ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ജനാധിപത്യം അത്രയും അവകാശങ്ങള് നമ്മുടെ പൗരന്മാർക്ക് നൽകുന്നത് കൊണ്ട് അവയ്ക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു. However, civil society is more than just NGOs. It includes all organizations outside the government, such as political parties, business groups, labor unions, professional associations, ethnic groups, religious organizations, students group, cultural clubs and sport clubs. എന്നിരുന്നാലും സിവിൽ സമൂഹം വെറും NGOകൾ മാത്രമല്ല. രാഷ്ട്രീയ പാർട്ടികള്, ബിസിനസ് ഗ്രൂപ്പുകള്, തൊഴിലാളി സംഘടനകള്, പ്രൊഫഷണൽ അസോസിയേഷനുകള്, വംശീയ ഗ്രൂപ്പുകള്, മതസംഘടനകള്, വിദ്യാർത്ഥി ഗ്രൂപ്പുകള്, സാംസ്കാരിക ക്ലബ്ബുകള്, സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങി സർക്കാരിന് പുറത്തുള്ള എല്ലാ സംഘടനകളും എന്തിൽ പെടുന്നുണ്ട്? സിവിൽ സൊസൈറ്റിയിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. NGOs plays a key role in shaping policies, educating citizens, and training future leaders in dictatorships and theoretical states. Religious and cultural groups often hold more influence than NGOs, which struggle with the funding and public support. നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിലും ഭാവി നേതാക്കളെ പരിശീലിപ്പിക്കുന്നതിലും NGOകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്വേച്ഛാധിപത്യത്തിലും ദിവ്യാധിപത്യ രാഷ്ട്രങ്ങളിലും ഫണ്ടിങ്ങും പൊതുപിന്തുണയും ഉപയോഗിച്ച് പോരാടുന്ന NGOകളേക്കാൾ മത സാംസ്കാരിക ഗ്രൂപ്പുകൾക്ക് പലപ്പോഴും സ്വാധീനമുണ്ട്. ചില സ്ഥലങ്ങളിലെ സ്വേച്ഛാധിപത്യങ്ങളിലെ എല്ലാ സംഘടനകളെക്കാൾ മതസംഘടനകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. Many NGOs in such countries depends on foreign funding and have weak connection with the local citizen. Not all civil society organizations work from noble causes. Mafia groups and military are also part of civil society. അത്തരം രാജ്യങ്ങളിലെ, അതായത് മത സാംസ്കാരിക ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളിലെ പല NGOകളും വിദേശ ഫണ്ടിങ്ങിനെ ആശ്രയിക്കുകയും പ്രാദേശിക പൗരന്മാരുമായിട്ടുള്ള ദുർബലമായ ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സിവിൽ സൊസൈറ്റി സംഘടനകളും ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായിട്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. എല്ലാ ഗ്രൂപ്പുകളും നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്നാണ്. മാഫിയ ഗ്രൂപ്പുകളും മിലിഷ്യകളും സിവിൽ സമൂഹത്തിന്റെ
ഭാഗമാണെന്നാണ് പറഞ്ഞത്. മാഫിയ ഗുണ്ടാ സംഘങ്ങൾ വരെ ഇതിന്റെ ഭാഗമാണ്. കാരണം ഇത് ഗവൺമെന്റ് ഏതര എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. എല്ലാ NGO-കളും എന്തല്ല നന്മ മാത്രം അല്ലെങ്കിൽ നന്മ മാത്രം പ്രവർത്തിക്കുന്നവരല്ല. Some believe civil society is only about positive change, but in reality, it includes both good and bad groups. Limiting civil society to only moral curses would turn into a religious idea rather than a social or political organization. സിവിൽ സമൂഹം പോസിറ്റീവ് മാറ്റത്തെക്കുറിച്ച് മാത്രമാണെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അതിന് നല്ലതും ചീത്തയുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നുണ്ട്. സിവിൽ സമൂഹത്തെ ധാർമ്മിക കാരണങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്നത് അതിനെ ഒരു സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടന എന്നതിലുപരി ഒരു മതപരമായിട്ടുള്ള ആശയമാക്കി മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 21.5 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സിവിൽ സൊസൈറ്റിയും ഡെമോക്രസിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തത് പറയുന്നത്. സിവിൽ സൊസൈറ്റി ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫോമിംഗ് അതോറിറ്റേറിയൻ regimes into democracies and maintaining democratic governments in countries like Eastern Europe, South Africa and Georgia. Civil society groups have mobilized citizens for political freedom. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെ ജനാധിപത്യ രാജ്യങ്ങളാക്കി മാറ്റുന്നതിനും ജനാധിപത്യ സർക്കാരുകൾ നിലനിർത്തുന്നതിനും പൗരസമൂഹം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. കിഴക്കൻ യൂറോപ്പ്, ദക്ഷിണാഫ്രിക്ക, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായിട്ട് പൗരന്മാരെ അണിനിരത്തുന്നുണ്ട്. In democracy, civil society allows people to unite for social, political or spiritual cases. It teaches democratic values and influences government policies while acting as a check on power. ജനാധിപത്യത്തില് സാമൂഹികമോ രാഷ്ട്രീയമോ ആത്മീയമോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഒരുമിക്കാൻ സിവിൽ സമൂഹം ആളുകളെ അനുവദിക്കുന്നുണ്ട്. ഇത് ജനാധിപത്യ മൂല്യങ്ങൾ പഠിപ്പിക്കുകയും സർക്കാർ നയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതേസമയം അധികാരത്തിന്റെ പരിശോധനയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഡെമോക്രസി എയ്ഡ് ഫോക്കസ് ഓൺ elections, institutional reforms and civil society support. The US have provided such aid to countries like Guatemala and Nepal, but it is follow as a single approach that may not work everywhere. തിരഞ്ഞെടുപ്പ് സ്ഥാപനമായ പരിഷ്കാരങ്ങള്, സിവിൽ സമൂഹത്തിന്റെ പിന്തുണ എന്നിവയിൽ ജനാധിപത്യ സഹായം ഊന്നൽ നൽകുന്നുണ്ട്. ഗോട്ടിമാല, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾക്ക് US അത്തരം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് എല്ലായിടത്തും പ്രവർത്തിക്കാത്ത ഒരൊറ്റ സമീപനമാണ് എന്ത് ചെയ്യുന്നത്? പിന്തുടരുന്നത്. The US views civil society as keys to democratizing the Arab world, but scholars debate its interference in other countries. John Keynes states that democracy cannot exist without civil society as it enables citizens to make choices about their rights. അറബ് ലോകത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് സിവിൽ സമൂഹത്തെ പ്രധാനമായിട്ട് US എന്ത് ചെയ്യുന്നുണ്ട്? വീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അതിന്റെ ഇടപെടലിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. പൗരസമൂഹം ഇല്ലാതെ ജനാധിപത്യം നിലനിൽക്കില്ലെന്ന് ജോൺ കീൻ പ്രസ്താവിക്കുന്നു. കാരണം അത് പൗരന്മാരുടെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാപ്തരാകുന്നു. അറബ് സമൂഹം ജനാധിപത്യം നല്ലല്ലോ, അവിടെ രാജഭരണം അല്ലേ നടക്കുന്നത്. അപ്പോൾ ആ ഒരു രാജഭരണം മാറി ഒരു സിവിൽ സമൂഹത്തെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ള ഒരു മാറ്റം US വീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ രാജ്യത്ത് ഇടപെടണം എന്നുണ്ടെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ മിക്കവാറും അവർക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ പാർട്ടിയെ അല്ലെങ്കിൽ അവര് എന്താ പറയാ അനുനയിപ്പിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാനുള്ള അങ്ങനെ ഒരു ചിന്തയാണ് ഓരോ രാജ്യവും പുലർത്തുന്നത്. പക്ഷെ അതവിടെ നടക്കുന്നില്ല. കാരണം അവിടെ ഒരു രാജഭരണം ആയതുകൊണ്ട് അവരെ അനുനയിപ്പിക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതൽ സിവിൽ സൊസൈറ്റി നമ്മുടെ രാഷ്ട്രീയത്തെയും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ തൊഴിലാളികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരികയാണ്, അല്ലെങ്കിൽ ഒരു നേതാവ് നിലവിൽ വരികയാണെന്ന് വെച്ചോ. അപ്പോൾ ഒരു യൂണിയനുകളും തൊഴിലാളികൾക്ക് വേണ്ടി അവകാശവാദങ്ങൾ ഉയർത്തുന്ന സംഘടനകൾ എന്ത് ചെയ്യും? അവരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഇനി മതപരമായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരാന്ന് വെച്ചോ, ഇപ്പൊ നമ്മുടെ BJP സർക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ മതപരമായ ഇഷ്ടംപോലെ സംഘടനകൾ നമ്മുടെ രാജ്യത്തില്ലേ, ആ രാജ്യത്തിൽ ആ സംഘടനകളൊക്കെ എന്ത് ചെയ്യും? ആ ഹിന്ദു സംഘടനകളൊക്കെ എന്ത് ചെയ്യും? അവരെ സപ്പോർട്ട് ചെയ്യും.
അതാണ് പറഞ്ഞത്. സിവിൽ സമൂഹങ്ങളെ ജനാധിപത്യത്തിൽ സഹായിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിലും അവരെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ അവർ അണിചേരുന്നുണ്ട് എന്ന് ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 21.6 Functions of Civil Society in a Democratic Order. Larry Diamond, in his article Rethinking Civil Society, states 1996 states that civil society is essential for building and maintaining democracy. He outlined several key functions of civil society. സിവിൽ സൊസൈറ്റിയുടെ ഫങ്ഷൻസ് ആണ് ഒരു ഡെമോക്രാറ്റിക് ഓർഡറിൽ, ഒരു ജനാധിപത്യത്തിലെ സിവിൽ സൊസൈറ്റിയുടെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ജനാധിപത്യം കെട്ടിപ്പടുക്കുന്നതിനും നിലനിർത്തുന്നതിനും പൗരസമൂഹം അനിവാര്യമാണെന്ന് ലാരി ഡയമണ്ട് തന്നെ റീതിങ്കിങ് സിവിൽ സൊസൈറ്റി 1996 എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. സിവിൽ സമൂഹത്തിന്റെ നിരവധി പ്രധാന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. First one, limiting state power. Civil society checks government abuses and ensures accountability. ഭരണകൂടത്തിന്റെ അധികാരം എന്ത് ചെയ്യുന്നുണ്ട്, പരിമിതപ്പെടുത്തുന്നുണ്ട്. സിവിൽ സമൂഹം സർക്കാർ ദുരുപയോഗങ്ങൾ പരിശോധിക്കുകയും ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. സിവിൽ സമൂഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത് എന്ന് ഫുൾ ടൈം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സർക്കാരിന് ഇഷ്ടമുള്ളത് ജനങ്ങളോട് ചെയ്യാനുള്ള ആ ഒരു തോന്നലിനെ അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തെ പിടിച്ചു വെച്ച് അവരുടെ ഭരണത്തെ പരിമിതപ്പെടുത്തുന്നത് ആരാണ്, ഇങ്ങനെയുള്ള സിവിൽ സമൂഹങ്ങളാണ് എന്നാണ് പറയുന്നത്. അവരെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എംപവറിംഗ് സിറ്റിസൺസ്, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദെയർ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പൗരന്മാരെ ശാക്തീകരിക്കുന്നുണ്ട്. ഇത് ആളുകളെ അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ഗവൺമെന്റിലോട്ട് നമുക്ക് നേരിട്ട് കയറി ചെല്ലാൻ പറ്റില്ല, പക്ഷെ NGOസിലേക്ക് അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ പൗരന്മാർക്ക് എന്താണ്, രാഷ്ട്രീയ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ഗ്രൂപ്പുകളും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ പാർട്ടികളും അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ്, എൻകറേജസ് ടോളറൻസ്, compromise and respect for different views, giving excluded ഗ്രൂപ്പ് ഓഫ് വയലന്റ് വോയിസ് ഇൻ പൊളിറ്റിക്സ്. ജനാധിപത്യ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സഹിഷ്ണുത, വിട്ടുവീഴ്ച, വ്യത്യസ്ത വീക്ഷണങ്ങളോടുള്ള ആദരവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഒഴിവാക്കപ്പെട്ട ഗ്രൂപ്പുകൾക്ക് രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദം നൽകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വാല്യൂസിനെ കുറിച്ചും, വാല്യൂസ് എൻകറേജ് ചെയ്യുന്നതിനെ കുറിച്ചും, ടോളറൻസിനെ കുറിച്ചും, വിട്ടുവീഴ്ചകളെ കുറിച്ചും, അതുപോലെ അങ്ങനെയുള്ള എല്ലാ റെസ്പെക്റ്റിനെ കുറിച്ചും, ഏതൊരു ഗ്രൂപ്പുകളെയും മറ്റുള്ള ഗ്രൂപ്പുകളെയും റെസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജനാധിപത്യ മൂല്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സപ്പോർട്ടിംഗ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻസ്, പ്രൊവൈഡ് സ്പേസ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓർഗനൈസേഷൻ ടു എക്സ്പ്രസ് ആൻഡ് റെപ്രസെന്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. രാഷ്ട്രീയ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും പൊതു താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനും പ്രതിനിധീകരിക്കാനും ഇട നൽകുന്നു. രാഷ്ട്രീയ അവകാശങ്ങൾ പറയാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും രാഷ്ട്രീയത്തിന് നേതൃത്വമായിട്ട് ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളാനും അവസരങ്ങൾ നൽകുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്, ഡെവലപ്പിംഗ് ലീഡേഴ്സ് ഹെൽപ്സ് ട്രെയിൻ ആൻഡ് റിക്രൂട്ട് ന്യൂ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എസ്പെഷ്യലി ഇൻ എക്കോണമിക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റീസ്. വികസ്വര രാജ്യങ്ങളിലെ വികസ്വര നേതാക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വാർത്തെടുക്കുന്നുണ്ട്. പുതിയ രാഷ്ട്രീയ നേതാക്കളെ പരിശീലിപ്പിക്കാനും റിക്രൂട്ട് ചെയ്യാനും സഹായിക്കുന്നു, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വികസിത സമൂഹങ്ങളില്. അടുത്തത് സിക്സ്ത് പോയിന്റ് പറയുന്നത്, ആക്ടിങ് ആസ് സ്റ്റെബിലൈസർ ഹെൽപ്സ് ബാലൻസ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആൻഡ് റെഡ്യൂസ് കോൺഫ്ലിക്ട്സ്. ഒരു സ്റ്റെബിലൈസർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ സന്തുലിതമാക്കാനും സംഘർഷങ്ങൾ കുറയ്ക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, സിവിൽ സൊസൈറ്റീസ് കാണിക്കുന്നത്. ഒരു പാർട്ടി മാത്രമല്ല, ഒരുപാട് പാർട്ടികൾ എന്തുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടികളാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശങ്ങൾക്ക് യോജിക്കുന്നത് അതിനനുസരിച്ച് അത് തിരഞ്ഞെടുക്കാനും, അതുപോലെ ഇത്രയും പാർട്ടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ കൊണ്ടുപോകാനും എന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. സെവൻത്ത് പോയിന്റ് പറയുന്നത്, സപ്പോർട്ടിംഗ് റിഫോംസ് മൊബിലൈസേഴ്സ് പബ്ലിക് സപ്പോർട്ട് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക്കൽ ചേഞ്ചസ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പൊതുജന പിന്തുണ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സമാഹരിക്കുന്നു. പൊതുജന പിന്തുണ ജനാധിപത്യത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിനിരിക്കുന്ന ആളുകൾ ഒരിക്കലും നേരിട്ട് നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങിയിട്ട് വോട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ അനുമാനങ്ങൾ കൊടുക്കുകയോ വാഗ്ദാനങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ സിവിൽ സൊസൈറ്റീസ് ആണ്. അവരാണ് നമ്മുടെ ഓഡിയൻസിന്റെ, പൊതുജനത്തിന്റെ പിന്തുണ സമാഹരിക്കുന്നത്. അടുത്ത പോയിന്റ്, എയ്ത്ത് പോയിന്റ്, ഇലക്ഷൻ മോണിറ്ററിംഗ് എൻഷ്യൂർസ് ഫ്രീ ആൻഡ്
fair elections by detecting fraud and increasing വോട്ടർ കോൺഫിഡൻസ്. തിരഞ്ഞെടുപ്പിന്റെ നിരീക്ഷണവും അവർ തന്നെയാണ് ചെയ്യുന്നത്. വഞ്ചന കണ്ടെത്തി വോട്ടർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സ്വതന്ത്രവും നീതിയുക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഉറപ്പാക്കുന്നുണ്ട്. 9th point, strengthening trust in the state enhances government അക്കൗണ്ടബിലിറ്റി, മേക്കിംഗ് സിറ്റിസൺസ് മോർ എൻഗേജ്ഡ് ഇൻ ഡെമോക്രസി. സംസ്ഥാനത്ത് വിശ്വാസം ശക്തിപ്പെടുത്തുന്നത്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അവരെന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. പൗരന്മാരെ ജനാധിപത്യത്തിൽ കൂടുതൽ വ്യാപൃതരാക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുക, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങള് അവരാണ് വീണ്ടും 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 ജനാധിപത്യത്തില് ഗവൺമെന്റിനോട് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കാന് നമ്മുടെ സിവിൽ സൊസൈറ്റീസ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Other scholars like Robert Dahl and Alfred Stephen emphasizes that democracy requires certain guarantees including. റോബർട്ട് ടാല്, ആൽഫ്രഡ് ഡെപ്പാൻ എന്നിവരെ പോലുള്ള മറ്റ് പണ്ഡിതന്മാർ ജനാധിപത്യത്തിന് ചില ഉറപ്പുകൾ ആവശ്യമാണെന്ന് പറയുന്നു. ജനാധിപത്യത്തിൽ എന്ത് വേണമെന്ന് ചില ഉറപ്പുകൾ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് എക്സ്പ്രഷൻ, കൂട്ടായ്മയുടെ അഭിപ്രായ പ്രകടനത്തിന്റെയും സ്വാതന്ത്ര്യം ആവശ്യമാണ്. ദ റൈറ്റ് ടു വോട്ട് ആൻഡ് റൺ ഓഫ് ഓഫീസ്, വോട്ട് ചെയ്യാനും മത്സരിക്കാനുമുള്ള അവകാശം. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ, സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഇന്നില്ലാത്തത് കേട്ടോ. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, സ്വതന്ത്രവും നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഒരു മത്സരം ആവശ്യമാണ്. ഇൻഡിപെൻഡന്റ് പോളിസി മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്വതന്ത്ര നയരൂപീകരണ സ്ഥാപനങ്ങൾ എന്താണ് ആവശ്യമാണെന്ന് പറയുന്നു. ദിസ് എലമെന്റ്സ് എൻഷുവേഴ്സ് ഡെമോക്രസി ഫങ്ഷൻസ് എഫക്റ്റീവ്ലി ആൻഡ് ഫെയർലി, ഈ ഘടകങ്ങളെ ജനാധിപത്യം കാര്യക്ഷമമായും ന്യായമായും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഹെഡിങ്. 21.7 സിവിൽ സൊസൈറ്റി ആസ് എ പ്രൊമോട്ടർ ഓഫ് ഡെമോക്രസി. ഡോക്ടർ ജോൺ ആർ സ്കോൾട്ട് ഇൻ സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി ഇൻ global governance discusses both the positive and negative aspect of civil society role in democracy. She highlights 6 key areas where civil society helps strengthen democracy. Dr. Jan Artsholde, Civil Society and Democracy in Global Governance-ൽ ജനാധിപത്യത്തിൽ സിവിൽ സമൂഹത്തിന്റെ പങ്കിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സിവിൽ സമൂഹം സഹായിക്കുന്ന 6 പ്രധാന മേഖലകളാണ് ഇവർ അവരുടെ എടുത്തു കാണിക്കുന്നത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സിവിൽ സമൂഹം സഹായിക്കുന്ന 6 പ്രധാന മേഖലകളാണ്. ഫസ്റ്റ് വൺ, പബ്ലിക് എഡ്യൂക്കേഷൻ. സിവിൽ സൊസൈറ്റി റൈസസ് അവയർനെസ് ബൈ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ലോസ് ആൻഡ് ഗവൺമെന്റ്സ്. ദിസ് ഈസ് ഡൺ ത്രൂ ഹാൻഡ് ബുക്ക്, വർക്ക്ഷോപ്പ്, മീഡിയ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. പൊതുവിദ്യാഭ്യാസം, നിയമങ്ങളെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് പൗരസമൂഹം അവബോധം വളർത്തുന്നുണ്ട്. ഹാൻഡ് ബുക്കുകളും വർക്ക്ഷോപ്പുകളും മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇത് ചെയ്യുന്നത്. സെക്കൻഡ്, വോയിസ് ഓഫ് stakeholders. Civil groups help marginalized communities such as the poor and disabled to have say in governance. പങ്കാളികളോടുള്ള ശബ്ദം. ദരിദ്രരും വികലാംഗരും പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഭരണത്തിൽ അഭിപ്രായം പറയാൻ സിവിൽ ഗ്രൂപ്പുകളെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ദരിദ്രരായാലും വികലാംഗരായാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായാലും ആരായാലും, ഇപ്പോ വികലാംഗരെ പോലും നമ്മൾ വോട്ട് ചെയ്യിപ്പിക്കാന് പാർട്ടി പ്രവർത്തകര് വീൽ ചെയറിലും വണ്ടികളിലായിട്ടൊക്കെ കൊണ്ടുവരാൻ തന്നിട്ടില്ല. അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഇലക്ഷനില് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ എയിം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരറിയാതെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സമൂഹത്തില് അവർക്കുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കുകയാണ്, അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, പോളിസി ഇൻപുട്സ്. സിവിൽ സൊസൈറ്റി ഇൻഫ്ലുവൻസസ് ഗവൺമെന്റ് പോളിസീസ് ബോത്ത് നാഷണലി ആൻഡ് internationally by highlighting important issues like poverty and environmental concerns. നയപരമായിട്ടുള്ള ഇൻപുട്ടുകൾ, ദാരിദ്ര്യം, പാരിസ്ഥിതിക ആശങ്കകൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും സർക്കാർ നയങ്ങളെ സിവിൽ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഫോർത്ത് പോയിന്റ്, ട്രാൻസ്പെറൻസി. സിവിൽ ഗ്രൂപ്പ്സ് മോണിറ്റർ ദ ഗവൺമെന്റ് എൻഷുറിംഗ് ഡിസിഷൻസ് മേക്കിംഗ് ഇൻ ഓപ്പൺ ആൻഡ് അക്സസിബിൾ ടു പബ്ലിക്. സുതാര്യത. സിവിൽ ഗ്രൂപ്പുകൾ സർക്കാരിനെ നിരീക്ഷിക്കുന്നുണ്ട്. തീരുമാനമെടുക്കൽ തുറന്നത് പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നതുമായിട്ട് ഉറപ്പാക്കും. തീരുമാനമെടുക്കൽ എന്താണ്, ഒരു പൊതുജനങ്ങൾക്ക് കൂടി ആക്സസ് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്.
സിവിൽ സമൂഹത്തിൽ എല്ലാവർക്കും ആക്സസ് ഉണ്ട്, എല്ലാ പൊതുജനങ്ങൾക്കും ആക്സസ് ഉണ്ട്. സർക്കാരിനോട് പറയേണ്ട കാര്യങ്ങൾ സിവിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാലും മതി എന്നാണ് പറയുന്നത്. Fifth point, public accountability. Civil society keeps authorities in check, ensuring they are responsible for their actions and policies. Public accountability. സിവിൽ സമൂഹം അധികാരികളെ നിയന്ത്രിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കും നയങ്ങൾക്കും അവർ ഉത്തരവാദികളാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. Sixth point, legitimacy ആണ്. By promoting participation and accountability, civil society strengthens trust in democratic governance. നിയമസാധുത, പങ്കാളിത്തവും ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സിവിൽ സമൂഹം ജനാധിപത്യ ഭരണത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്കോൾഡ് എന്താണ് പറഞ്ഞത്? ഒരു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സിവിൽ സമൂഹങ്ങൾ സഹായിക്കുന്ന 6 പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. സ്കോൾഡ് also emphasizes that democracy should not be limited to national governance. Civil society plays a role in shaping global governance as well. International human rights, women's rights and environmental concerns influence domestic policies, pushing governments towards more democratic and inclusive practices. ജനാധിപത്യം ദേശീയ ഭരണത്തിൽ പരിമിതപ്പെടുത്തരുതെന്നും ഷോൾട്ടെ ഊന്നി പറയുന്നുണ്ട്. ആഗോള ഭരണം രൂപപ്പെടുത്തുന്നതിലും സിവിൽ സമൂഹത്തിൽ എന്തുണ്ട്? പങ്കുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, പാരിസ്ഥിതിക ആശങ്കകൾ എന്നിവ ആഭ്യന്തര നയങ്ങളെ സ്വാധീനിക്കുകയും കൂടുതൽ ജനാധിപത്യപരവും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സമ്പ്രദായങ്ങളിലേക്ക് ഗവൺമെന്റുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ അടുത്ത നമ്മുടെ ഹെഡിങ് 21.8 The democratic dangers of civil society ആണ്. Civil society can help democracy, but sometimes it can also harm it. While it is meant to support democratic governance, it may sometimes work against it. Here are some ways this can happen. ഒരു പൗരസമൂഹത്തിന് ജനാധിപത്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്നാൽ ചിലപ്പോൾ അതിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് സിവിൽ സൊസൈറ്റിയുടെ നെഗറ്റീവ് സൈഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇത് ജനാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും ചിലപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ചേക്കാം. ഇങ്ങനെ സംഭവിക്കാവുന്ന ചില വഴികൾ. സിവിൽ സൊസൈറ്റി എന്നത് ജനാധിപത്യത്തിന്റെ നേർവിപരീതമായിട്ട് പോസിറ്റീവ് വശമല്ലാത്ത നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നോട്ട് ഓൾവേസ് ഡെമോക്രാറ്റിക്. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ഡു നോട്ട് ഓൾവേസ് പ്രൊമോട്ട് ഡെമോക്രസി. സം മേ പുഷ് ദെയർ ഓൺ interest on even spread racism, religious extremism or nationalism. എല്ലായ്പ്പോഴും ജനാധിപത്യപരമായിട്ടല്ല സിവിൽ സൊസൈറ്റികൾ പെരുമാറുക. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ എല്ലായ്പ്പോഴും ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചിലർ സ്വന്തം താല്പര്യങ്ങൾ ഉയർത്തിക്കാട്ടുകയോ വംശീയതയോ മത തീവ്രവാദമോ ദേശീയതയോ പ്രചരിപ്പിക്കുകയും ചെയ്തേക്കാം. അടുത്തത് പറയുന്നത് പുവർ പ്ലാനിംഗ് ആണ്. സെക്കൻഡ്, പുവർ പ്ലാനിംഗ്. ഇഫ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഗവൺമെന്റ് സ്ട്രക്ചേഴ്സ്, their actions may cause more harm than good. Even academics may fail to apply democratic theories to real life situations. മോശമായിട്ടുള്ളൊരു ആസൂത്രണം. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ സർക്കാർ ഘടനകളെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ ജനാധിപത്യ സിദ്ധാന്തങ്ങൾ പ്രയോഗിക്കുന്നതിൽ അക്കാദമിക് വിദഗ്ധർ പോലും എന്ത് ചെയ്തേക്കാം? പരാജയപ്പെട്ടേക്കാം. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകള് സർക്കാരിന്റെ ഘടനയെ മനസ്സിലാക്കണം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആ ജനാധിപത്യ രീതിയിലായിരിക്കണം എല്ലാ കാര്യങ്ങളും ഉണ്ടാകുക. അതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സിവിൽ സൊസൈറ്റി പെരുമാറാൻ പാടില്ല. ഇപ്പം മതപരമായിട്ടുള്ള ഗ്രൂപ്പുകൾ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി വാദിക്കുന്നുണ്ട്. മറ്റു മതങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് അവർ വാദിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ജനാധിപത്യത്തിനെതിരാണ്. എല്ലാ മതം നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയും അതിനനുസരിച്ച് രൂപം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെതിരാണ് ഇവർ ഈ വാദിക്കുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ പൗരത്വത്തിന്റെ ഭേദഗതി ചെയ്യാൻ വേണ്ടി പൗരാവകാശങ്ങളൊക്കെ ഭേദഗതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ എന്താണ്? നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. അപ്പൊ എല്ലായ്പ്പോഴും ഈ സിവിൽ സൊസൈറ്റീസിന്റെ വാഗ്ദാനങ്ങൾ അല്ല ആവശ്യങ്ങള് ഭരണഘടനയ്ക്ക് അനുയോജ്യമായിരിക്കണം എന്നില്ല എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, ഗവൺമെന്റ് ലിമിറ്റേഷൻസ്. ഗവൺമെന്റ് ഏജൻസീസ് മേ നോട്ട് ഹാവ് ദ സ്റ്റാഫ്, ഫണ്ട്സ് ഓർ നോളജ് ടു യൂസ് സിവിൽ സൊസൈറ്റി ഇൻപുട്ട് effectively. If they involve civil society too late in policy making, it can lead to conflict. ഗവൺമെന്റ് പരിമിതികൾ.
സിവിൽ സൊസൈറ്റിയുടെ ഇൻപുട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള ജീവനക്കാരോ ഫണ്ടുകളോ അറിവോ സർക്കാർ ഏജൻസികൾക്ക് എന്തില്ല ഉണ്ടായിരിക്കണമെന്നില്ല. നയരൂപീകരണത്തിൽ വളരെ വൈകി അവർ സിവിൽ സമൂഹത്തെ ഉൾപ്പെടുത്തിയാൽ അത് സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. സിവിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് നടത്തി കൊടുക്കാൻ ചിലപ്പോൾ സർക്കാരിന് സാധിച്ചോളണമെന്നില്ല. അതിന്റെ കാലതാമസം എന്താണ്, സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. അടുത്ത 4th പോയിന്റ് കറപ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫണ്ടിങ് ക്യാൻ മേക്ക് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് chase short-term gains instead of focusing on their goals. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളെ അവരുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഹ്രസ്വകാല നേട്ടങ്ങൾ പിന്തുടരാൻ സംസ്ഥാന ഫണ്ടിങ്ങിന് കഴിയും. അഴിമതിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അഴിമതിയിലൂടെ അവരുടെ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഹ്രസ്വകാല നേട്ടങ്ങൾക്ക് പിന്തുടരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ പ്രവർത്തിക്കും. ഇനിക്വാളിറ്റി. ഇഫ് ഓൺലി സർട്ടൻ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ഗെറ്റ് എ സേ, സിവിൽ സൊസൈറ്റി ക്യാൻ ഇൻക്രീസ് സോഷ്യൽ ഇനിക്വാലിറ്റീസ് റാദർ ദാൻ റെഡ്യൂസ് ദം. അസമത്വം ഉണ്ടാക്കും. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ മാത്രം അഭിപ്രായം ലഭിച്ചാൽ സിവിൽ സമൂഹത്തിന് സാമൂഹിക അസമത്വങ്ങൾ കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, പകരം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. സമൂഹത്തിന്റെ ചില വിഭാഗങ്ങൾക്ക് മാത്രം അഭിപ്രായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മതപരമായിട്ട് തന്നെ ആണ് എല്ലാ എക്സാമ്പിൾസും ഇപ്പൊ പറയാൻ പറ്റുക. ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്ന കാര്യമല്ല, അത്ര വലിയ കാര്യമല്ല. ഇതൊക്കെ അതാണ്, ഒരു കൂട്ടർക്ക് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അസമത്വങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും എന്നാണ് പറയുന്നത്. 6th പോയിന്റ് ഇഗ്നോറിംഗ് ലോക്കൽ കൾച്ചർ. സം ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എഫേർട്സ് മേ നോട്ട് റെസ്പെക്ട് ലോക്കൽ കസ്റ്റംസ്. വെസ്റ്റേൺ ഫണ്ടഡ് NGOs മേ ഫോക്കസ് മോർ ഓൺ ഗ്ലോബൽ ഇഷ്യൂ ആൻഡ് നെഗ്ലക്ട് ഗ്ലാസ് റൂട്ട്സ് വോയിസസ്. പ്രാദേശിക സംസ്കാരങ്ങളെ അവഗണിക്കുക. പ്രാദേശികമായിട്ടുള്ള സംസ്കാരങ്ങളെ അവഗണിക്കുന്ന സാഹചര്യങ്ങൾ വരാം. ചില ആഗോള സിവിൽ സൊസൈറ്റി ശ്രമങ്ങൾ പ്രാദേശിക ആചാരങ്ങളെ മാനിച്ചേക്കില്ല. പാശ്ചാത്യ ധനസഹായം നൽകുന്ന NGOകൾ ആഗോള പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അടിസ്ഥാന ശബ്ദങ്ങളെ അവഗണിക്കുകയും ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പരിസ്ഥിതി സംഘടന, ആമസോണിന്റെ പരിസ്ഥിതി സംഘടന ഉണ്ട്. ആമസോണിൽ എന്തുണ്ട്, പരിസ്ഥിതി സംഘടനകളുണ്ട്. ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന, ആഗോള ആമസോൺ വനസംരക്ഷണം, ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന ആമസോൺ വനസംരക്ഷണത്തിനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തേക്കാം. വനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പദ്ധതികൾ എന്ത് ചെയ്യാം, ആസൂത്രണം ചെയ്ത്. പക്ഷെ അത് അവിടെ കഴിയുന്ന ആദിവാസി സമൂഹങ്ങളും ജീവിതോപാധികളും പരമ്പരാഗത ജീവിത ശൈലികളും മുൻനിർത്താതെയായിരിക്കും. അത് അവർക്ക് എതിരായിരിക്കും. അവരുടെ ഭൂമിയിലേക്കുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്താം, ഏർപ്പെടുത്താം. അവർ ജീവിക്കുന്ന എന്താണ്, ആമസോൺ കാടിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പൊ ആമസോൺ കാടിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള മനുഷ്യവാസം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലോട്ടായിരിക്കും അത് പോവുക. അതെന്താണ്, അവിടുത്തെ ആദിവാസി സമൂഹങ്ങളുടെ പരമ്പരാഗത ജീവിത ശൈലിക്ക് എതിരാണ്. അവരുടെ ഭൂമിയിലേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജീവിത രീതിയും സംസ്കാരവും എന്ത് ചെയ്യുന്നുണ്ട്, ഹാനികരമായിട്ട് ഭാവിക്കുന്നുണ്ട്. അതാണ് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങള് പലതരത്തിലുള്ള NGOകൾക്ക് ഫണ്ട് തരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു അവിടുത്തെ അടിസ്ഥാന ശബ്ദങ്ങളെ, അവരുടെ ആ ഒരു ആദിവാസികളുടെ അവിടെ ജീവിക്കുന്ന മറ്റുള്ളവരുടെ ശബ്ദങ്ങളെ കേൾക്കാതെ പ്രവർത്തിക്കുന്ന ഒരു രീതിയും സിവിൽ സൊസൈറ്റികൾ ചെയ്യും എന്നാണ് പറയുന്നത്. 7th പോയിന്റ് പറയുന്നത് ലാക്ക് ഓഫ് ഇന്റർനാഷണൽ ഡെമോക്രസി ആണ്. സം സിവിൽ സൊസൈറ്റി ഗ്രൂപ്സ് ഡു നോട്ട് പ്രാക്ടീസ് ഡെമോക്രസി വിത്ത് ദെയർ ഓൺ ഓർഗനൈസേഷൻ. ലീഡേഴ്സ് മേ സപ്രസ് ഡിബേറ്റ്, fail to consult members or lack transparency. ആന്തരിക ജനാധിപത്യത്തിന്റെ അഭാവം. ചില സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ അവിടെ സ്വന്തം സംഘടനകളിൽ ജനാധിപത്യം പാലിക്കുന്നില്ല. നേതാക്കൾ സംവാദം അടിച്ചമർത്തുകയോ അംഗങ്ങളുമായിട്ട് ആലോചിക്കുന്നതിൽ പരാജയപ്പെടുത്തുകയോ സുതാര്യം ഇല്ലാതാക്കുകയോ ചെയ്യാം. ആന്തരിക ജനാധിപത്യത്തിന്റെ അഭാവം, അതായത് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ തന്നെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേതാക്കൾ ഉന്നത തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ അംഗങ്ങളോട് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്കുള്ളിൽ തന്നെ അസമത്വം നിലനിൽക്കാം എന്നാണ് പറഞ്ഞത്. Because of this risk, we should not assume the civil society always help democracy. It can be useful but is not a guarantee of democratic progress. Civil groups should prove their democratic values through actions, not just words. ഈ അപകട സാധ്യതകൾ കാരണം സിവിൽ സമൂഹം എല്ലായ്പ്പോഴും ജനാധിപത്യത്തെ സഹായിക്കുന്നത് നാം കരുതരുത്. ഇത് ഉപയോഗപ്രദമാകും, പക്ഷെ അത് ജനാധിപത്യ പുരോഗതിയുടെ ഉറപ്പല്ല. അത് ഉപയോഗത്തിന് കിട്ടും, പക്ഷെ എന്തല്ല, ജനാധിപത്യയുടെ പുരോഗതിയുടെ ഉറപ്പിനെ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യുന്നില്ല, സിവിൽ സൊസൈറ്റീസ് സഹായിക്കുന്നില്ല. സിവിൽ ഗ്രൂപ്പുകൾ അവരുടെ ജനാധിപത്യ മൂല്യങ്ങൾ വാക്കിലൂടെയല്ല പ്രവർത്തനത്തിലൂടെയാണ് തെളിയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സിവിൽ സൊസൈറ്റി ആൻഡ് US ഡെമോക്രസി പ്രൊമോഷൻ. The US has funded civil society in the Middle East
Since 1991, spending billions on democracy aid, it supported Palestinian NGOs in the West Bank and Gaza, helped Lebanese communities rebuild after the civil war. സിവിൽ സൊസൈറ്റിയും US ഡെമോക്രസി പ്രൊമോഷനെ കുറിച്ചാണ് പറയുന്നത്. 1991 മുതൽ ജനാധിപത്യ സഹായത്തിനായിട്ട് ദശലക്ഷക്കണക്കിന് ചെലവഴിച്ചുവെന്ന് US മിഡിൽ ഈസ്റ്റിലെ സിവിൽ സമൂഹത്തിന്റെ ധനസഹായം നൽകിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ഫലസ്തീൻ NGOകളെ പിന്തുണയ്ക്കുകയും ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ലബനൻ കമ്മ്യൂണിറ്റികളെ പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. However, US's democracy promotion has often served its own interests, such as economic liberalization and Egypt or countering Islamist group. എന്നിരുന്നാലും ഈജിപ്തിലെ സാമ്പത്തിക ഉദാരവൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ പ്രതിരോധിക്കൽ തുടങ്ങിയ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് US ജനാധിപത്യ പ്രചാരം പലപ്പോഴും സേവിച്ചിട്ടുണ്ട് എന്നാണ് പറയുക. ഈജിപ്തിന്റെ സാമ്പത്തിക ഉദാരവൽക്കരണം അതുപരമായിട്ട് നയപരമായിട്ട് നല്ലതിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ജനാധിപത്യ പ്രചാരം സേവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. Despite its focus on democracy, the US has also used military force wars in Iraq and Afghanistan, shows us a contradiction between its democratic ideals and actions. ജനാധിപത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും US സൈനിക ശക്തിയെ ഉപയോഗിച്ച് ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും യുദ്ധങ്ങൾ അതിന്റെ ജനാധിപത്യ ആശയങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കാണിക്കുന്നുണ്ട്. അതായത് US തന്റെ NGOs ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സൊസൈറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും US ആ രാജ്യങ്ങളുടെ മേലെയൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. ഇപ്പോ ഫലസ്തീനെ വേണ്ടിയിട്ട് നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഇപ്പൊ ഫലസ്തീനെതിരെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ കൂടെയാണ് ആര് നിൽക്കുന്നത്? US നിൽക്കുന്നത്. അതുപോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജനാധിപത്യത്തിൽ അവരുടെ ഉദ്ദേശം, അതായത് അവര് പറയുന്ന കാര്യങ്ങൾ വേറെ, പക്ഷെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വേറെയാണെന്നാണ് പറയുന്നത്. Historical American military interventions in Mexico, Central America, and the Caribbean failed to stable democracies. More recent interventions in Panama, Haiti and Afghanistan also did not lead to lasting democracy. ചരിത്രപരമായിട്ട് മെക്സിക്കോ, മധ്യ അമേരിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക ഇടപെടലുകൾ സ്ഥിരമായിട്ടുള്ള ജനാധിപത്യം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പനാമ, ഹെയ്ത്തി, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ സമീപകാല ഇടപെടലുകളുടെ ശാശ്വത ജനാധിപത്യത്തിലേക്ക് നയിച്ചിട്ടില്ല. ജനാധിപത്യം എന്ന ആശയത്തിന് വേണ്ടി ഒരുപാട് ഫണ്ടിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഫലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെയൊന്നും അവിടുത്തെ ഭരണകൂടത്തിൽ ജനാധിപത്യത്തെ അവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് സൈഡുകളും ഈ ഒരു സമൂഹത്തിന്റെ ഭാഗം കൊണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. സിവിൽ സൊസൈറ്റി ഉപയോഗിച്ചെന്ന് വെച്ച് അത് ഉറപ്പില്ല. സമൂഹത്തില് അവരുണ്ടായത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഷൻ ആണ്. ലാസ്റ്റ് കൺക്ലൂഷൻ, ദ കീ പോയിന്റ്സ് ഫ്രം ദ പാരഗ്രാഫ്. ഓക്കെ, നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ കൺക്ലൂഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ബേസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സിവിൽ സൊസൈറ്റി ഡെമോക്രസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിവിൽ സൊസൈറ്റി ഹെൽപ്പ് ഡെമോക്രസി ഫംഗ്ഷൻ, ബട്ട് സം who promote democracy act against it for their own interest. The Western model of civil society is not always suitable for other religions. സിവിൽ സൊസൈറ്റി ഡെമോക്രസി തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സിവിൽ സമൂഹം സഹായിക്കുന്നുണ്ട്. എന്നാൽ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ സ്വന്തം താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ പാശ്ചാത്യ മാതൃക എല്ലായ്പ്പോഴും മറ്റ് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, കൾച്ചറൽ ഡിഫറൻസ് ആണ്. സം സ്കോളേഴ്സ് ആർഗ്യൂ ദാറ്റ് സിവിൽ സൊസൈറ്റി ഈസ് എ വെസ്റ്റേൺ കൺസെപ്റ്റ് ഫോസ്റ്റഡ് ഇൻ ടു നോൺ വെസ്റ്റേൺ സൊസൈറ്റീസ് ത്രൂ കൊളോണിയലിസം. കൊളോണിയലിസത്തിലൂടെ പാശ്ചാത്യ ഇതര സമൂഹങ്ങളിലേക്ക് നിർബന്ധിതരാക്കപ്പെട്ട ഒരു പാശ്ചാത്യ സങ്കല്പമാണ് സിവിൽ സമൂഹമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചലഞ്ചസ് ഇൻ സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റീസിന്റെ ചലഞ്ചസ് ആണ് ഇനി അടുത്തത് ഈ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്തിൽ പറയുന്നത്. ഇറ്റ് ഇസ് ഓഫ്റ്റൻ സീൻ ആസ് പ്യുവർലി പോസിറ്റീവ് ബട്ട് റിയൽ വേൾഡ് റിസൾട്ട്സ് ആർ മിക്സ്ഡ്. ഇത് പലപ്പോഴും തികച്ചും പോസിറ്റീവായിട്ട് കാണപ്പെടുന്നു, എന്നാൽ യഥാർത്ഥ ലോക ഫലങ്ങൾ സമ്മിശ്രമാണ്. അതായത് നന്മയും തിന്മയും ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഇൻവോൾവ് സിറ്റിസൺ കോൺഫ്ലിക്ട് വിച്ച് സം അതോറിറ്റേറിയൻ സ്റ്റേറ്റ്സ് റെസിസ്റ്റ്. ചില സ്വേച്ഛാധിപത രാജ്യങ്ങൾ ചെറുക്കുന്ന പൗരസംഘർഷം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചില സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ പൗരസംഘർഷം
അവരുടെ രാജ്യത്ത് നടപ്പിലാക്കാത്ത കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നർത്ഥം. വെസ്റ്റേൺ സിവിൽ സൊസൈറ്റി ഫോക്കസ് ഓൺ ഇൻഡിവിജ്വലിസം വൈൽ അതേഴ്സ് കൾച്ചേഴ്സ് പ്രയോറിറ്റൈസ് കമ്മ്യൂണിറ്റി സ്റ്റൈൽസ്. പാശ്ചാത്യ സിവിൽ സമൂഹം വ്യക്തിത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, മറ്റു സംസ്കാരങ്ങൾ സമുദായ ബന്ധങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. പലരും പല കാര്യങ്ങൾക്കാണ് കേട്ടോ. പാശ്ചാത്യ സിവിൽ സമൂഹം വ്യക്തിത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റു സംസ്കാരങ്ങൾ എന്താണ്, സമുദായ ബന്ധങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് സിവിൽ സൊസൈറ്റി ആസ് ടു ബ്രോഡ് ആൻഡ് ഷുഡ് ഫോക്കസ് ഓൺലി പബ്ലിക് ഓർഗനൈസേഷൻ. സിവിൽ സമൂഹത്തിന്റെ നിർവചനങ്ങൾ വളരെ വിശാലമാണ്. പൊതുസംഘടനകളിൽ മാത്രം ആണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്താണ്, പൊതു സംഘടനകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സിവിൽ സൊസൈറ്റി ഈസ് പ്രൈവറ്റ് ഇൻ ഒറിജിൻ ബട്ട് ആക്ട്സ് ഇൻ പബ്ലിക് ടു ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസി. സിവിൽ സമൂഹം സ്വകാര്യമാണ്, എന്നാൽ സർക്കാർ നയങ്ങളെ സ്വാധീനിക്കാൻ പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. സിവിൽ സൊസൈറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെമോക്രസി ബട്ട് ഫോഴ്സിംഗ് വെസ്റ്റേൺ ഐഡിയാസ് ക്യാൻ ബി ഹാർംഫുൾ. ദിസ് ഈസ് നോ single perfect model, and ancient Eastern traditions may offer better solution. The debate on improving society should continue. ജനാധിപത്യത്തിന് പൗരസമൂഹം എന്താണ്, പ്രാധാന്യമുള്ളതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പാശ്ചാത്യ ആശയങ്ങൾ നിർബന്ധിക്കുന്നത് ദോഷകരമാണ്. ഒരു തികഞ്ഞ മാതൃകയില്ല ഇതിന്. പുരാതന പാരമ്പര്യങ്ങൾ മെച്ചപ്പെട്ട പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തേക്കാം. സമൂഹത്തെ നന്നാക്കാനുള്ള ചർച്ചകൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്നാണ് പാശ്ചാത്യ ആശയങ്ങൾ നിർബന്ധിക്കുന്നത് എന്താണ്, ദോഷകരമാണ്. ഒരു പാശ്ചാത്യ വീക്ഷണം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. കാരണം അത് ഓരോ സമൂഹത്തിലും ഓരോ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പൗരസമൂഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ ആദർശങ്ങൾ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ജനങ്ങൾക്ക് ബാധകമാകുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചർച്ചകൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്നൊക്കെയാണ്. എന്നോട് നമ്മുടെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താ പറയുന്നത് നോക്കാം. എക്സ്പ്ലെയിൻ വാട്ട് ഇസ് സിവിൽ സൊസൈറ്റി, ഔട്ട്ലൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി, ഓക്കെ, ദ ഡേഞ്ചർ ഓഫ് സിവിൽ സൊസൈറ്റി, ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂണിറ്റിൽ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.